നൂറ്റാണ്ടിന് ശേഷം ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ അരങ്ങുണർന്നു. പെരുങ്കളിയാട്ടത്തിന് ആശംസയർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വർഷത്തിനു ശേഷം വിരുന്നെത്തിയ ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കവുങ്ങിൻതോട്ടത്തിന്റെ കുളിർമയും പച്ചപ്പും നിറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിൽ പങ്കുചേരാൻ കർണാടക, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് നിത്യേന എത്തുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ അണ്ണപ്പ പഞ്ചുരുളി, വൈരാപുരത്ത് വടക്കൻകോടി, അസുരാളൻ, കല്ലങ്കര ചാമുണ്ടി, പടിഞ്ഞാർ ചാമുണ്ടി, മലങ്കര ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഉണ്ടാകും. പെരുങ്കളിയാട്ടത്തിന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. ക്ഷേത്രങ്ങൾ ആത്മീയ ഉന്നമനത്തിന്റെ ഭാഗമാണെന്നും പെരുങ്കളിയാട്ടത്തിന്റെ തെയ്യങ്ങൾ കേരളത്തിന്റെ മഹനീയ പാരമ്പര്യത്തെയും പൈതൃകത്തെയും പ്രതിനിധാനം ചെയ്യുന്നതോടൊപ്പം കലാകാരന്മാർക്കും ഭക്തർക്കും ദിവ്യാനുഗ്രഹം നൽകുകയും ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറയുന്നു. വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്കിന്ന് നിൽക്കാൻ കഴിയുന്നത്. 351 വർഷങ്ങൾക്ക് ശേഷം ഒരു പെരുങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കുമ്പോൾ അത് തുളുനാടിൻ്റെ ഒരു മഹോത്സവമാക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിന് പ്രത്യേകത. 2000-ൽ അധികം ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, അതിൽ 1000-ലേറെ മഹിളാ കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി 6 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന 6 ദിനരാത്രങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ മഹാപെരുങ്കളിയാട്ടത്തിൽ ഒന്നുകുറെ 40 തെയ്യക്കോലങ്ങൾ വ്യത്യസ്ത മുഹൂർത്തങ്ങളിലായി തിരുവങ്കണത്തിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ വർഷം ചെയ്യും. ആഘോഷ കമ്മിറ്റിക്കും പെരുങ്കളിയാട്ട സുവനീർ പ്രസിദ്ധീകരണത്തിനും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും നടക്കുന്നുണ്ട്. തിരുവാതിര, കൈകൊട്ടിക്കളി, വിവിധ പ്രാദേശിക സമിതികൾ അവതരിപ്പിച്ച കലാസന്ധ്യ എന്നിവയും അരങ്ങേറി. ഈ മാസം 24-ന് പെരുങ്കളിയാട്ടം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.